ഈ കാണുന്നതാണ് പ്രശസ്തമായ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുളം. ഒരുപാട് മീനുള്ളതുകൊണ്ട് നമ്മളൊക്കെ പോകുമ്പോൾ അരിയും മലരൊക്കെ വാങ്ങാറുണ്ട്. അതൊന്നും ചിറയിലിടരുത്, ചിറയിൽ വെള്ളം ചീത്തയാവുമെന്ന് കമ്മിറ്റിക്കാർ എഴുതിയിന്. പക്ഷെ ഞങ്ങൾ ഇടാറുണ്ട് കേട്ടോ. ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. നോക്കിയപ്പോൾ പടവിൻ്റെ അവിടെ തന്നെ മീനുകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും കാല് കഴുകാൻ വരുന്നവർ ഫുഡ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാൻ തോന്നും പാവങ്ങൾ. ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ കാല് കഴുകാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അങ്ങനെ ജസ്റ്റ് കാലൊക്കെ കഴുകി കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ മെല്ലെ 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 ഏറ്റവും മുകളിലത്തെ കാൽപ്പാടവിൻ്റെ മുകളിലേക്ക് കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളമുള്ളിടത്തെ ഇത് നോക്കി ആൾ കയറി കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പകുതി പുറത്തായിട്ട്. എന്തോ കൊത്തി തിന്നുണ്ട് ആശാൻ. അത് നോക്കി കുറച്ച് നേരം നിന്നു. എന്നിട്ട് പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയി. എത്തിയപ്പോൾ തന്നെ 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 6:45 അടുത്തായിട്ടുണ്ടായിരുന്നു. തറവാട്ടിൽ പോയിട്ടാണ് പോയത്, തറവാട്ടമ്പലത്തിൽ. രാമായണ പാരായണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വൈകിട്ട് അവിയലും പിന്നെ പായസമൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഞാൻ എത്തിയപ്പോൾ അവിയൽ ഏകദേശം കഴിഞ്ഞു, പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ആ ചേട്ടൻ എന്നെ ഒന്ന് നോക്കി. കുറച്ച് പായസം എന്ന് പറഞ്ഞപ്പോൾ ഇല വാങ്ങിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഓടി നടന്ന് ഒരു ഇലയൊക്കെ കിട്ടി. അതിനകത്ത് 2 വട്ടം പായസം മേടിച്ചു. ചോദിച്ച് വാങ്ങിച്ചാട്ടോ രണ്ടാമത്. തൊഴാൻ വേണ്ടി പോയിട്ട് ആദ്യമേ പായസം കഴിച്ചു. നല്ല മധുരമുള്ള പായസമായിരുന്നു. നോക്കുമ്പോൾ എല്ലാവരും അവിടെയും ഇവിടെ ഇരുന്ന് നിന്നൊക്കെ പായസം കഴിക്കണേ. കൈയൊക്കെ കഴുകി വന്നപ്പോഴും പായസം തീർന്നിട്ടില്ല. ഇവിടെ ഇരുന്നിട്ടാട്ടോ രാമായണ പാരായണം ഉണ്ടാവുക. ശ്രീരാമൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്കും ചന്ദനത്തിരിയൊക്കെ കാണുന്നില്ലേ, ഇതാണ് മെയിൻ നട. ഇത് കിഴക്കേ നടയാണ്. അകത്ത് കയറിയ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ വഴിപാട് കൗണ്ടറുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇലഞ്ഞിത്തറ. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇലഞ്ഞി പൂത്തിട്ടുമുണ്ട്. അതിൻ്റെ മണം, അയ്യോ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഈ കാണുന്നത് കന്യാഭഗവതിയുടെ തറ. ആരോ തുലാഭാരത്തിന് വന്നിട്ടുണ്ട്. ഇലഞ്ഞിത്തറ തൊഴുത് അമ്പലത്തിലൊന്ന് കയറി വന്നപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടി. അപ്പോൾ ഇവിടെ നാദസ്വരം വായിക്കുന്നത് കേട്ടു. കുറച്ചു നേരം അത് കേട്ട് നിന്നു. പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തിന് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ചന്ദനം തൂണിൽ ഉരയ്ക്കരുത്. ആര്? നമ്മളോ? നമ്മുടെ നാട്ടുകാരോ? നമ്മൾ ഉരക്കൂലേ? ഇത് എല്ലാ തൂണിലും നേരത്തെ ഉരച്ച് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മസാല ദോശ കഴിക്കാൻ എന്തായാലും നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്കന്ദപുരി പോയി മസാല ദോശ കഴിക്കാൻ. ഇവിടെ നിന്നാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് കാലമായിട്ട് അമ്പലത്തിൽ പോയി ഒരു മസാല ദോശ കഴിക്കണം. അല്ലെങ്കിൽ ഷൺമുഖയിൽ പോകുമായിരുന്നു. ഇതിപ്പം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലേക്ക് ആയതുകൊണ്ട് ഇവിടെ കയറും. അങ്ങനെ ആദ്യത്തെ മസാല ദോശ വന്നു. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം തക്കാളി ചട്നിയാണ്. ഇവിടുത്തെ മസാലയും നല്ല ടേസ്റ്റാണ്. കുറച്ചൊരു ചില ദിവസങ്ങളിൽ പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ടാവും, കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. നല്ല മുരിഞ്ഞ ചൂട് മസാല ദോശ. അതുണ്ടാക്കി ഒരു ബൂസ്റ്റ് പറഞ്ഞു, കേസരി പറഞ്ഞു. കേസരിക്ക് ഭയങ്കര മധുരമാണ്, കേസരി തീർത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഒരു മസാല ദോശയും പാഴ്സൽ വാങ്ങി വീട്ടിൽ പോയി.